2 ദശാബ്ദം മുമ്പ് നടന്ന സംഭവം. അക്കാലത്തെ ദേശാഭിമാനിയിൽ ഞാൻ വായിച്ച വാർത്ത മറ്റു പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ആലുവയ്ക്കടുത്താണ് സംഭവം. RSSകാർ 2 ചെറുപ്പക്കാരെ കുത്തിവീഴ്ത്തി. ആദ്യം അവർ വർക്കി എന്ന യുവാവിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും കൊലക്കത്തിക്ക് ഇരയാക്കുകയും ചെയ്തപ്പോൾ അങ്ങോട്ട് തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ഓടി എത്തുകയായിരുന്നു സുബ്രഹ്മണ്യൻ എന്ന യുവാവ്. തൻ്റെ സഖാവിനെ രക്ഷിക്കാൻ ഓടിയെത്തിയ സുബ്രഹ്മണ്യന് നേരെയും കൊലക്കത്തിയുമായവർ പാഞ്ഞെടുത്തു. 2 പേരും കുത്തേറ്റു വീണു. പിറ്റേന്ന് വർക്കി മരണമടഞ്ഞു, കൊല്ലപ്പെട്ടു. സുബ്രഹ്മണ്യനാവട്ടെ അവശ നിലയിൽ ഒരേ കിടപ്പ്. അങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷിയായി സുബ്രഹ്മണ്യൻ 2 പതിറ്റാണ്ട് കിടന്നു. 21 വർഷങ്ങൾക്ക് ശേഷം സുബ്രഹ്മണ്യൻ ഈ ലോകത്തു നിന്നും യാത്രയായി. ജീവിച്ച രക്തസാക്ഷി, ഒരേ കിടപ്പ് കിടന്ന് മരിച്ച രക്തസാക്ഷി. സുബ്രഹ്മണ്യൻ കുത്തേറ്റ് വീഴുമ്പോൾ 6 മാസം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുഞ്ഞുണ്ട്. അവളുടെ പേരാണ് പുഷ്പ. അവൾ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് പിന്നീട് CPIMൻ്റെ ഉജ്ജ്വലയായ പ്രവർത്തകയായി എറണാകുളം ജില്ലയിൽ ഉയർന്നു വന്നു. ചെങ്കൊടി കയ്യിലേന്തി മുന്നിൽ നിന്ന അവളുടെ പേരാണ് പുഷ്പ. ദാസ് വിവാഹം കഴിച്ചപ്പോൾ പുഷ്പ ദാസായി. കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു പുഷ്പദാസ്. എറണാകുളം ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആ സഖാവ് CPIMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഉജ്ജ്വലയായ പ്രവർത്തകയാണ്. തൃക്കാക്കരയിൽ പൊതുവെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര ചിഹ്നങ്ങളിലൊക്കെ പരീക്ഷിച്ചിരുന്ന ഒരു കാലം നമുക്കറിയാം, പല ഘട്ടങ്ങൾ. എന്നാൽ ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പുഷ്പദാസ് എത്തുകയാണ്. കടുത്ത പോരാട്ടമാണ് ഇവിടെ ഉമാ തോമസുമായി പുഷ്പദാസ് നടത്തുന്നത്. ഉമാ തോമസിന് നമുക്കറിയാം, ഭർത്താവിൻ്റെ വിയോഗത്തെ തുടർന്ന് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത, രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വരികയായിരുന്നു. ദീപ്തി മേരി വർഗീസിനെ പോലെ 35 വർഷത്തെ രാഷ്ട്രീയ ജീവിതം, കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതം പുലർത്തുന്ന ഒരാളെയൊക്കെ വെട്ടിനിരത്തിക്കൊണ്ട് ഇവിടെ മത്സരിക്കുന്ന ഉമാ തോമസിനെ കോൺഗ്രസ്സുകാർ പോലും ജയിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പുഷ്പദാസ് തൃക്കാക്കരയിൽ വിജയിക്കാൻ പോവുകയാണ്.